ഗോവിന്ദൻകുട്ടി പാലക്കാട് കൊണ്ടുവിടും. ആ വഴി തിരിച്ചു പോയിക്കണം മൂന്നും. എപ്പ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളാരാ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ പന്നെ കഴിവറ മുന്നിൽ ചവിട്ടി എന്തായി കാണിക്കുന്നത്? നന്ദന്റെ ഫ്രണ്ട്സ് ആ ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാണ്ടാ നിന്നെ ജീവനോടെ വിടുന്ന. കേരള വണ്ടിയില് ഞങ്ങൾക്ക് നന്ദനെ കാണണം. അല്ല താൻ പറയുന്ന കേട്ട് നീ ഒരു പുല്ലിനെ കാണാൻ പോകുന്നില്ല. പോകാൻ പറഞ്ഞാ പൊയ്ക്കണം. ഇല്ലേ 3 പെട്ടി പാക്ക് ചെയ്യും ഞാൻ. പോടാ ഗോവിന്ദൻകുട്ടി. വണ്ടി കയറാം. കുത്തി പണ്ട ഞാൻ എടുക്കും. വണ്ടി കയറാം. തമ്പ്രാനോടെ കളി. കയറാം വണ്ടി. എന്താ പൊട്ട നോക്കണം. അവരെവിടെ പറയാം. എടാ അവന്മാരെവിടെയെന്ന്? അവര് പോയി. വാട്ട് യു മീൻ? ഞാൻ അവരെ പറഞ്ഞയച്ചു. അത് ശരിയാവില്ല നന്ദൻ. നിനക്ക് എങ്ങനെ പറഞ്ഞയക്കാനാവും? അവരെന്റെ ഗസ്റ്റ് ആണ്, മൈ ക്ലോസ് ഫ്രണ്ട്സ്. അതിലേറെ നമ്പർ 1 ഏർപ്പാളികളും. ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയില്ലായ്മ കാണിച്ചാൽ എന്റെ കൺട്രോൾ തെറ്റും. നീ എന്നെയാണ് ഇൻസൾട്ട് നോക്ക് ചെയ്യുന്നത്. നന്ദൻ, ഇതൊരു ഗ്രാമമാണ്. വളരെ ഫ്രജൈലായ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവരെ വേദനിപ്പിക്കുന്ന പാപമാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അനുവദിക്കില്ല. അപ്പൊ നീ എന്റെ മുമ്പിലും തമ്പരം കളിച്ചു തുടങ്ങിയോ? നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടും ഉള്ളത്. അവരോട് പോയി അവരെ തിരിച്ചുകൊണ്ട് വരണം. വേണ്ട, അത് ഞാനാ തീരുമാനിക്കുന്നത്. നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം എന്താ ഉണ്ടായേ? അവരാ പെൺകുട്ടിയെ എടുത്ത് എന്തോ തമാശ കാട്ടി, അതാണോ? നീ ഇത്ര പൊസസീവ് ആവുന്ന എന്തിനാ? അവൾ ആരാ നിന്റെ? നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ്, അത്രയല്ല. നിർത്ത്. വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത്. ആവശ്യത്തിലേറെ പ്രോബ്ലംസ് എനിക്കുണ്ട്. അതെനിക്കറിയണ്ട. അവരോട് പോയിന്ന് പറ. നിന്റെ ആത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു. ഇനി നീ പോയി വിളിച്ചാൽ അവന്മാര് വരില്ല. അടിച്ചവന്മാരെ കാലൊടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. വേണേ പോയി വിളിക്കും. പാലക്കാട് വല്ല ഹോട്ടലിൽ കണ്ടു പോയി വിളിക്കപ്പോ. നന്ദ ഒഴിച്ചോളൂ. മതി. നല്ല ചൂടും കിട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട്. ഇനി എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. ഇനി പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. തിരുമേനി മാപ്പാക്കണം. ഞങ്ങൾ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറിയോ? സംശയിക്കണ്ട. സാമാന്യം നല്ല രീതിയിൽ തന്നെ പെരുമാറിയേ. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നു. അന്നാ അങ്ങനെയല്ല കേട്ടോ. എന്തായി കളിക്കുന്നത്? എന്നെ വിടുക. പോയി. നാളെ ഉത്സവമാണ്. തമ്പുരാനോട് ഇനി എന്ത് പറയും? എന്റെ വൈദ്യത്തപ്പ പിള്ളേ. നാളെയാണ് ഉത്സവം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി കാണുമെന്ന് അറിഞ്ഞില്ല. കീഴ്പയ്യൂർക്ക് ഇനി പോയിട്ട് എന്താ താൻ പറയണേ? കാളൂർ മനയിൽ ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് ഒരു മകൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. അയാളൊക്കെ എവിടെയാ, എങ്ങനെയാ, ജീവനോടുണ്ടെന്ന് തന്നെ ആർക്കാ നിശ്ചയം? മരിച്ചിട്ടില്ല. ചെയ്യാത്ത തെറ്റ്. അതും ഉപാസനാമൂർത്തിയായ ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചുവെന്ന് ചുറ്റും നിന്ന് ആരോ പറഞ്ഞപ്പോൾ ശീവേലിക്കല്ലിൽ തലതല്ലി മരിച്ച ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മകൻ. അച്ഛന് പുറകെ അമ്മയും പോയപ്പോൾ അനാഥമായ ജന്മം. തിരിച്ചു വന്നത് കണക്ക് തീർക്കാനോ ശത്രു നിഗ്രഹത്തിനോ ആയിരുന്നില്ല. ഈ കോവിലകവും ക്ഷേത്രവും കുട്ടിക്കാലത്തെ ഓർമ്മകളുമുള്ള ഈ മണ്ണിൽ ഒരു വെറു സന്ദർശനം. അതിനാണ് വന്നത്. ആരെയും ഒന്നും അറിയിക്കാതെ തിരിച്ചു പോകണമെന്നും കരുതിയിരുന്നു. ഉണ്ണി 18 വയസ്സ് വരെ ബ്രാഹ്മണ്യത്തിന്റെ ശുദ്ധിയും മുറയും തെറ്റാതെ ജീവിച്ചു. ആവണപ്പലകയിൽ ഇരുത്തി അച്ഛൻ ചൊല്ലിത്തന്ന മന്ത്രങ്ങൾ മറന്നിട്ടുമില്ല. ഉപനയന നാളിൽ ദേഹത്തിന് കുറുകെ ധരിച്ച ചിഹ്നം ദിരിയാഗഞ്ചിലെ ഒരു ചായക്കടയിൽ ജോലിക്ക് തടസ്സമാകുമെന്ന് വന്നപ്പോൾ പൊട്ടിച്ചു. 2 തുള്ളി കണ്ണീരും ചേർത്ത്
പിന്നീടന്നോ യമുനയിലാണ് എറിഞ്ഞത്. ശാസ്ത്രവും ആചാരവും അനുവദിക്കുമെങ്കിൽ മതി മതി. ബ്രഹ്മദത്തന്റെ മകൻ തന്നെയാണ് ആ കർമ്മം ചെയ്യേണ്ടത്. തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ തോന്നിയത് തെറ്റായിരുന്നില്ല. ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അറിയാം ഈ മുഖം. നാളെ പൂണൽ ധരിക്കാം ഒരിക്കൽ കൂടി. അത് ശരീരത്തിന് കുറുകെയല്ല, മനസ്സിന് കുറുകെ. നന്ദൻ, നന്ദൻ, നീ എന്താ ഈ കാണിക്കുന്നത്? എല്ലാം നിർത്ത്. നമുക്ക് പിരിയാം. ഫ്രണ്ട്ഷിപ്പ് അതിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. പക്ഷെ എന്നെ ഭരിക്കുന്ന സുഹൃത്ത് എനിക്ക് വേണ്ട. നിനക്ക് പോവാം. നന്ദൻ, ഞാൻ പറയുന്നത് അതെ, നിനക്ക് ഇറങ്ങാവുന്ന. നിനക്ക് എന്റെ പണം വേണം. അതുകൊണ്ട് കോവിലവും വാങ്ങാം, തമ്പുരാൻ ചമയാം. ഒന്നും വിരോധമില്ല. നന്ദൻ, നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പോകരുത്. നിന്റെ പണം കൊണ്ട് വാങ്ങിച്ചതെല്ലാം നിന്റേതാണ്. എനിക്കൊന്നും വേണ്ട. ഇന്ന് രാത്രി കൂടെ കഴിയുമ്പോൾ ഞാൻ ഏറ്റെടുത്ത ഒരു കമ്മിറ്റ്മെന്റ് തീരും. ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വേദന. എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന രാത്രിയാണ്. നീ നിമിഷം ഇവിടെ ഇറങ്ങണം. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടു. അവന്മാരെന്നെ ശരിക്കും പറഞ്ഞു. നീയാണ് കാരണം. നിന്റെ അവന്മാര് തെറ്റ് ചെയ്തു. അത് നീ എന്താ പറയാത്ത? തെറ്റ് ചെയ്ത ശിക്ഷിക്കാൻ നീ ആരാ? അവർ എന്റെ ഫ്രണ്ട്സ്. അപ്പൊ ഞാനാരാ? നന്ദ, നീ എന്നും ഇതുപോലുള്ള തേർഡ് റേറ്റ് അലവലാദികൾക്ക് വേണ്ടിയാ എന്നോട് വഴക്കിട്ടിട്ടുള്ളത്. എനിക്ക് കേൾക്കണ്ട. ഞാൻ ആവശ്യപ്പെടുന്ന ഈ ഒരു ദിവസം മാത്രമാണ്. ഇല്ല, ഞാൻ പിടിച്ച് പുറത്താക്കുന്ന സിറ്റുവേഷൻ നീ ഉണ്ടാക്കരുത്. തമ്പുരാൻ കളിച്ച് ഷൈൻ ചെയ്ത റൂമ്പി നാറും. ഇവിടെ നിന്റെ ഈ വൃത്തിയായിട്ട് ഇൻഫീരിയർ കോംപ്ലക്സാ സംസാരിക്കുന്നത്. ഞാൻ ഷൈൻ ചെയ്യാൻ കെട്ടിയ വേഷമൊന്നുമല്ല. സാഹചര്യങ്ങൾ എന്നെ കെട്ടിച്ചതാണ്. നിന്റെ ഫ്രണ്ട്സ് ആ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയാൽ എനിക്ക് രസിക്കില്ല. കാരണം അവൾ എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്. നീ കാര്യങ്ങൾ മനസ്സിലാക്ക്. 16 വർഷങ്ങളായി ഈ ഗ്രാമം കാത്തിരിക്കുന്ന ദിവസമാണെന്ന്. ഈ ഉത്സവം അത് നടക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം. ഈ ഒരു രാത്രി നന്ദൻ, നാളെ രാത്രി ഞാൻ പൊയ്ക്കണം. പറഞ്ഞ തലയ്ക്കകത്ത് കയറി പിന്നെ കള്ള് വയറ് നിറയെ കള്ള്. വാ ഇവിടെ, ഇന്നിവിടെ അടങ്ങി കിടക്ക്. എല്ലാം അവസാനിപ്പിച്ച് പടി ഇറങ്ങും മുമ്പ് ഞാൻ വരാം. ഒഴക്കരയിൽ ആരും കാണുന്നില്ലല്ലോ. അപ്പന്നപ്പുരം വല്ല ഉദ്ദേശത്തിലാണോ? പോലീസ് എത്തില്ലേ മംഗലം? ആവോ. പോലീസ് അവരിപ്പൊ പോവും തമ്പുരാൻ. ചാലിക്കര കോളനിയിലെ 50 കുടിലുകൾക്ക് ഇപ്പൊ തീ പിടിച്ച് കാണും. ആ വിവരം ഇവിടെ എത്തിയ പോലീസ് വിടംപെട്ട് പറക്കും.
ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ. അപ്പോ നീ വഴിതെറ്റി വന്നതല്ല. I will try, sir. Okay. അതെ മിസ്റ്റർ ജഗൻ, ചാരിക്കരയിൽ ഒരു കോളനി തീപിടുത്തം. ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഇവിടെ ഇനി പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ലെറ്റ് മീ ഗോ. നോക്കരുത്. ഈ വിഘ്നങ്ങൾ കണ്ടില്ല എന്നടിക്കുക. വരിക. മുമ്പോട്ട് പോവുക. തിരിഞ്ഞു നോക്കരുത്. ഈ ഉടവാൾ കയ്യിലുള്ളപ്പോൾ മനസ്സിൽ പോലും ഹിംസചിന്ത പാടില്ല. ഇങ്ങോട്ട് വരിക. വരൂ. നടക്ക. അതിങ്ങോട്ട് തരിക. പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എന്നിട്ട് എബിമാരെ കണക്കിനങ്ങോട്ട് പൂജ.
താളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ വന്നത് ആരെയും കൊന്നു പ്രതികാരം തീർക്കാനല്ല. ആയിരുന്നെങ്കിൽ തിരുവാഭരണങ്ങളുടെ കൂടെ തന്റെ തലയും ഞാൻ ഈ തറയെ വെച്ച് വാങ്ങുമായിരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കാൻ തന്നെ ഞാൻ വെറുതെ വിടുന്നു. പോ. നന്ദൻ, ഞാൻ തുടരുന്നെ. നീ എന്നെ ഹ്യൂമിലേറ്റ് ചെയ്തു, ചീറ്റ് ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിച്ചത് നീ എനിക്ക് തന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ പറയുന്ന കേൾക്കാനോ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നീ തയ്യാറായില്ല. എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. നീ എന്നോട് ക്ഷമിക്കേ. നീ പുറത്തേക്കൊന്ന് ഒന്ന് കാണാൻ. എന്തിന്? എനിക്കൊന്ന് കാണണം. അവിടെ കണ്ടോ കണ്ടോ നന്ദൻ, അവരിന്ന് എത്ര സന്തോഷത്തിലാണെന്നറിയോ? അതിന് കാരണക്കാരൻ നീ കൂടെയാണ്. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. കണിമംഗലത്തുകാർ അവിടുത്തെ കാക്കൽ സാഷ്ടാംഗം വീഴാൻ വന്നിരിക്കുകയാണ്. കാവിലമ്മയുടെ മുഖം തെളിഞ്ഞു. ഞങ്ങളുടെ ജീവിതവും നന്ദി പറഞ്ഞ തീരില്ല തമ്പുരാൻ. വേണ്ട, നന്ദി പറയേണ്ടത് എന്നോടല്ല. ഞാനൊരു നിമിത്തം, ഒരു ഉപകരണം, ഒരു വെറും ബിനാമി. ഇതാ നിൽക്കുന്നു നിങ്ങളുടെ തമ്പുരാൻ. ഈ മനുഷ്യനാണ് കോവിലകം വാങ്ങിച്ചത്. ഈ മനുഷ്യന്റെ നല്ല മനസ്സും ദയയും അതാണ് എല്ലാറ്റിനും കാരണം. അർഹിക്കുന്നതിലപ്പുറം ഒന്നും എനിക്ക് തരരുത്. നിങ്ങളുടെ അനുവാദം വാങ്ങി ഈ മണ്ണിൽ നിന്നും യാത്ര തിരിക്കട്ടെ. പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കൂടെ വിളിക്കുന്നു, ഒരു അനാഥ. പിന്നെ ആർക്കും വേണ്ടാത്തൊരച്ഛനെയും. എന്നെ അനുഗ്രഹിക്കണം. തമ്പുരാനെ, ഞങ്ങളുടെ തമ്പുരാനെ പോകരുതെന്ന് പറയുന്നു സാർ. അരുതെന്ന് പറയുന്നു സാർ. സാർ, മനസ്സിന്റെ നന്മകൊണ്ട് ഞങ്ങളുടെ തമ്പുരാൻ കോടീശ്വരനാണ്. തമ്പുരാനെ ഈ കണിമംഗലത്തിന് വേണം. പറയൂ സാർ. തമ്പുരാനെ, ഗോവിന്ദൻകുട്ടി ഇവിടെ കിടക്കും. എന്റെ നെഞ്ചത്തെ ഒട്ടി പോവാം. പോകരുത് തമ്പുരാൻ. ഇല്ല ഗോവിന്ദൻകുട്ടി, പോണം. പോയേ പറ്റൂ. പുറത്ത് കാറുണ്ട്, അതിലൊരു പെട്ടി പണോ രണ്ടും എടുത്തോളേ. വേണ്ട ബാബു, ഒരുപാടുണ്ട് നിനക്ക് തരാൻ. ഇനി കടം കൂട്ടാൻ വയ്യ. ജഗൻ, ജഗൻ നിൽക്കാൻ, ജഗൻ നിൽക്കാനാ പറഞ്ഞത്. തമ്പുരാൻ, നീ പോകുന്നില്ല. ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് നിനക്ക് പോകാൻ കഴിയില്ല. പാടില്ല ജഗൻ, നീ എന്നോട് ക്ഷമിക്കേ. നിനക്കെന്നെ അറിയില്ലടാ. ഞാൻ ചുമ്മാ കല്ലില്. പോകേണ്ടത് ഞാനാ. നീ ഇവിടെ വേണം, ഇവരുടെയൊക്കെ തമ്പുരാനായിട്ട്. എടാ, മറക്കരുത്. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഓടി വരും. കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വരും. പുതിയ എബി മാത്യുമാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ ഞാൻ പറഞ്ഞെത്തും. പറ, ഹണിമൂൺ എവിടെ? പാരീസ്, ആംസ്റ്റർഡാം, ഗ്രീസ്? അതിലെല്ലാം സുന്ദരം കണിമംഗലം. അതെനിക്ക് സമ്മാനിച്ച നിനക്ക് നന്ദി. 1000 നന്ദി.